JKനും വന്നിട്ട് പോയി. ഫുഡ് കഴിക്കണം. ഓക്കെ, സാന്ദ്ര നീ ഫുഡൊക്കെ കഴിച്ചിട്ട് വാ. അപ്പോൾ ഞാൻ ലൈവിൽ കാണും. ഫുഡൊക്കെ കഴിച്ചിട്ട് വാ. അപ്പോൾ ഇന്നെന്താണ് സ്പെഷ്യൽ? പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ 2 ദിവസമായിട്ട് ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല. കലോത്സവമൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ ഫ്രീ ആണ്. ഉള്ളവരൊക്കെ ഒന്ന് ഹായ് ഇടണേ. ആരും എന്താണ് വിശേഷങ്ങളൊന്നും പറയാത്തത്, ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവരും പോയോ? സെമീന സലീം ചോദിച്ചു വാപ്പിക്ക് എന്താ ജോലിന്ന്. ഞങ്ങളുടെ വാപ്പി ഓട്ടോ ഡ്രൈവറാണ്. ഫുഡൊക്കെ കഴിച്ചോ? വേറെ ആരും ഇല്ലേ? സെബീന സലീം മാത്രമേ ഉള്ളൂ? വേറെ ആരും ഇല്ലേ? ഉള്ളവരൊക്കെ ഒന്ന് ഹായ് ഇടണേ. ഉമ്മാക്ക് ജോലിയുണ്ടോ? ആണ്, ഉമ്മ കാഷ്യൂ ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ മാത്രം വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സബീന സലീം മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഉള്ളവരൊക്കെ ഒന്ന് ഹായ് ഇടണേ. 4 പേരുണ്ട്. ആരൊക്കെയാണെന്ന് ഹായ് ഇടണേ. ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചു. ഇന്ന് ഞങ്ങൾ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഇന്ന് ഞങ്ങൾ മീനൊന്നും മേടിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾക്ക് ചമ്മന്തിയും തോരനും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു കേട്ടോ ഞങ്ങൾ രാത്രിയിൽ. ഇനി ഉച്ചക്കത്തേക്ക് വാപ്പി ഒരു സ്പെഷ്യലായിട്ടൊരു മുട്ട വെച്ചിട്ടൊരു ചിക്കിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ചെയ്തിരുന്നു. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. അതായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക്. ഹലോ, വേറെ ആരും ഇല്ലേ? എല്ലാവർക്കും എന്താണ് മടി മിണ്ടാത്തത്? 2 പേര് മാത്രമേ ഉള്ളൂ. എല്ലാവരും വന്നിട്ട് പോയോ? 5 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ് വന്നിട്ടുള്ളതെന്ന് ഹായ് ഇടണേ. ആരൊക്കെയാണ്? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ വന്നിട്ടുള്ള എല്ലാ കൂട്ടുകാരും വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് അടിക്കണേ. വീഡിയോ ചെയ്തിരുന്നു സബീന സലീം ചോദിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളിത് റെസിപ്പി വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്ത കൂട്ടുകാർ കയറി കാണാൻ മറക്കരുത്. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു റെസിപ്പി ആയിരുന്നു. വേറെ ആരും മിണ്ടുന്നില്ല. സബീന സലീം മാത്രമേ മിണ്ടുന്നുള്ളൂ, വേറെ ആരും മിണ്ടുന്നില്ല. എല്ലാവർക്കും സുഖമാണോ? എന്തുണ്ട് വിശേഷം? ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. താങ്ക് യു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഒരുപാട് വീഡിയോസൊക്കെ ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു സന്തോഷം കിട്ടുന്നത്.